ഗുഡ് മോർണിംഗ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ചില ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലോയുടെ സെക്ഷൻ 2ലാണ് നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഒരു GST ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെ ടേംസ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ സെക്ഷൻ 2 ഓഫ് Goods and Service Tax Act deals with the definitions, phrases and expressions that are necessary to ensure proper implementation and interpretation of the GST law. അപ്പം സെക്ഷൻ 2 പ്രകാരം ഏകദേശം ഒരു 109 ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് വേണ്ട ചില ഡെഫിനിഷൻസ് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏജൻ്റ് ആണ്. സോ ഏജൻറ്റ് മീൻസ് എ പേഴ്സൺ ഇൻക്ലൂഡിങ് എ ഫാക്ടർ, ബ്രോക്കർ, കമ്മീഷൻ ഏജൻറ്റ്, അർഹത്യ, ഡെൽക്രെഡർ ഏജൻറ്റ്, an auctioneer or any other mercantile agent by whatever name called who carries on the business of supply or receipt of goods or services or both on behalf of another. അപ്പോൾ ഏജൻ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് ഏജൻറ്റ്. അപ്പോൾ ഏജൻ്റ് എന്നോ അല്ലെങ്കിൽ ഫാക്ടർ എന്നോ ബ്രോക്കർ എന്നോ കമ്മീഷൻ ഏജൻ്റ് എന്നോ ഡെൽക്രെഡർ ഏജൻ്റ് എന്നോ അങ്ങനെ ഏത് പേര് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അവിടെ ചെയ്യുന്നത് എന്താണ്? ഏജൻറ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ who carries on the business of supply or receipt of goods or services or both on behalf of another. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരാളെയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഏജൻറ്റ് എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. യൂഷ്വലി നമ്മൾ ഏജൻറ്റിനെ പറയുന്ന കാര്യം തന്നെയാണ്. അവിടെ പ്രിൻസിപ്പലായിട്ട് ഒരാളുണ്ടാവും, മെയിനായിട്ട് ഒരാളുണ്ടാവും. അയാൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് മീനിങ്. ഓക്കെ. ആൻഡ് രണ്ടാമത്തെ ടേമാണ് aggregate turnover. Aggregate turnover means the aggregate value of all taxable supplies excluding the value of inward supplies on which tax is payable by a person on reverse charge basis, exempt supplies, export of goods or services or both, and interstate supplies of persons having the same permanent account number to be computed on all India basis but excludes central tax, sales tax, union territory tax, integrated tax and cess. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്ന സമയത്ത് അവിടെ ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്, എല്ലാ ടാക്സബിൾ സപ്ലൈസിൻ്റെയും ആഗ്രിഗേറ്റ് വാല്യൂ ആണ്. അതിൽ എക്സ്ക്ലൂഡിങ് ദ വാല്യൂ ഓഫ് ഇൻവേർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ ബൈ എ പേഴ്സൺ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കേസിൽ ഇപ്പം ഞാൻ ഒരു സ്ഥലത്തുനിന്ന് സാധനം മേടിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യമേ തന്നെ അവിടെ GST പേ ചെയ്യുന്നുണ്ട്. ആൻഡ് അതേ സാധനം ഞാൻ വേറൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് ആ ഞാൻ ആർക്കാണോ വിറ്റിട്ടുള്ളത് അയാളുടെ കയ്യിൽ നിന്നും എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ക്യാഷ് കിട്ടുന്നുണ്ട്. ആ ക്യാഷിൽ GSTയും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ആ ടാക്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്യാഷാണ് അയാളുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ടാക്സ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു 10 രൂപ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ടാക്സായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 15 രൂപയാണ് എനിക്ക് അത് വിൽക്കുന്ന സമയത്ത് ടാക്സായിട്ട് എനിക്ക് കിട്ടുന്നതെങ്കിൽ ബാക്കി വന്നിട്ടുള്ള, അതായത് ആ ബാലൻസ് വന്നിട്ടുള്ള 5 റുപ്പീസാണ് ഞാൻ ഓൾറെഡി 10 പേ ചെയ്തിട്ടുണ്ട്, പക്ഷെ 15 എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു 5 റുപ്പീസ് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ടാക്സായിട്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ നോർമൽ കേസിൽ സെയിൽസ് ചെയ്യുന്ന ആളാണ് ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഞാനാണ് ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ 5 രൂപ ടാക്സ് പേ ചെയ്യേണ്ടത്. അതാണ് നോർമൽ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം റിവേഴ്സ് ചാർജ് ആവുന്ന കേസിൽ, റിവേഴ്സ് ചാർജ് എന്ന് പറയുമ്പം സാധാരണയായിട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് GST രജിസ്ട്രേഷനാണ്. അപ്പോൾ GST രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് മാത്രമാണ്, അതേപോലെ നമ്മൾ വിൽക്കുന്ന സമയത്ത് മാത്രമാണ് അവിടെ സെയിൽ ചെയ്തിട്ടുള്ള ആൾ ഗവൺമെൻറ്റിലേക്ക് GST പേ ചെയ്യുക എന്നുള്ളൊരു കാര്യം വരുന്നത്. പക്ഷെ അതേസമയം
GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങുന്നതെങ്കിൽ ആ സാധനം മേടിക്കുന്ന ആൾ, സാധാരണഗതിയിൽ സെയിൽസ് നടത്തിയിട്ടുള്ള ആളാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. പക്ഷേ അതേസമയം GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളിൽ നിന്ന് നമ്മൾ സാധനം മേടിക്കുകയാണെങ്കിൽ ആ സാധനം വാങ്ങുന്നയാളാണ് ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ടാക്സ് GST പേ ചെയ്യേണ്ടി വരിക. ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അങ്ങനെ റിവേഴ്സ് ചാർജിൽ വരുന്ന ഗുഡ്സ് അല്ലാത്ത മറ്റെല്ലാ ടാക്സബിൾ സപ്ലൈസും എക്സംപ്റ്റ് സപ്ലൈസിനെയും അതേപോലെ തന്നെ എക്സ്പോർട്സ്, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എക്സ്പോർട്സ്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ്, അതായത് സെയിം പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറുള്ള, സെയിം പാൻ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെയിം പാൻ നമ്പർ വെച്ചിട്ടുള്ള എല്ലാ ടാക്സബിൾ സപ്ലൈസിനെയും എക്സംപ്റ്റഡ് സപ്ലൈസിനെയും എക്സ്പോർട്സിനെയും ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇതിൽ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും യൂണിയൻ ടെറിട്ടറീസ് ടാക്സും ഇൻ്റഗ്രേറ്റഡ് ടാക്സും ഒക്കെ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റ് എല്ലാ ടാക്സബിൾ സപ്ലൈസിനെയും സം ടോട്ടലായിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് അഗ്രികൾച്ചറിസ്റ്റ്. അഗ്രികൾച്ചറിസ്റ്റ് മീൻസ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതായത് അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു HUF ആവാം. ഹൂ അണ്ടർടേക്സ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്. സാധാരണ നമ്മൾ അഗ്രികൾച്ചറിസ്റ്റിനെ പറയുന്നത് എന്താണ്, ദ പേഴ്സൺ ഹൂ കൾട്ടിവേറ്റ്സ് ദി ലാൻഡ്. അത് ബൈ ഓൺ ലേബർ, അയാൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ബൈ ദി ലേബർ ഓഫ് ഫാമിലി, അതായത് അയാളുടെ ഫാമിലി മെമ്പേഴ്സ് വെച്ചിട്ടോ ആ ഒരു ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ബൈ സെർവൻസ് ഓൺ വേജസ് പേയബിൾ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഓർ ബൈ ഹയേർഡ് ലേബർ അണ്ടർ പേഴ്സണൽ സൂപ്പർവിഷൻ ഓർ ദി പേഴ്സണൽ സൂപ്പർവിഷൻ ഓഫ് എനി മെമ്പർ ഓഫ് ദി ഫാമിലി. അതായത് അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ HUF ആവാം. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് അവരുടെ സ്വന്തം ലേബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫാമിലി ലേബറായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയിലെ മെമ്പേഴ്സ് വെച്ചിട്ട് അവർ പണിയെടുത്തിട്ടോ അല്ലെങ്കിൽ വേജസൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും സെർവൻസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേജസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഹയർ ചെയ്യാം, ഇൻ ക്യാഷായിട്ടോ കൈൻഡായിട്ടോ നമ്മൾ വേജസ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റാരെങ്കിലും ഹയർ ചെയ്തുകൊണ്ടോ അത് നമ്മുടെ പേഴ്സണൽ സൂപ്പർവിഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സ് നമ്മുടെ ഫാമിലിയിലുള്ള മറ്റ് ആൾക്കാരെ സൂപ്പർവിഷൻ വെച്ചിട്ടോ നമ്മൾ ഒരു ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ അത്തരം ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത്. സോ അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ HUF ആവാം. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. സോ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അയാൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ കൂലി കൊടുത്തിട്ട് മറ്റാരെങ്കിലും കൊണ്ട് ആ ഒരു ലാൻഡിൽ പണിയെടുപ്പിക്കുകയോ ചെയ്യുന്നതാവാം. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ലാൻഡ് കൾട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഗ്രികൾച്ചറിസ്റ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ടേമാണ് ബിസിനസ്. ബിസിനസ് എന്ന് പറയുമ്പം ബിസിനസ് എന്ന് പറയുമ്പം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എനി ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ, പ്രൊഫഷൻ, വൊക്കേഷൻ, അഡ്വഞ്ചർ, വേജർ ഓർ എനി അതർ സിമിലർ ആക്ടിവിറ്റി വെദർ ഇറ്റ് ഈസ് ഫോർ എ പെക്യൂനറി ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മോണിറ്ററി ബെനിഫിറ്റ്. അതായത് ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രേഡോ അല്ലെങ്കിൽ കൊമേഴ്സോ മാനുഫാക്ചറോ പ്രൊഫഷനോ പ്രൊഫഷനും വൊക്കേഷനും ഏകദേശം ഒരേപോലെയാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷൻ ആവുന്ന കേസിൽ അയാൾക്കൊരു പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ത്രൂ എക്സ്പീരിയൻസിലൂടെ അയാൾ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഫഷൻ എന്ന് പറയുന്നത്. വൊക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് ഇൻബോൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവ് അയാൾ ലിവ്ലിഹുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വൊക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാൾ അയാളുടെ ആ ഒരു കഴിവ് അയാൾക്ക് ഏണിങ്സ് സമ്പാദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ലിവ്ലിഹുഡിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അയാൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വൊക്കേഷൻ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള പ്രൊഫഷനോ വൊക്കേഷനോ അല്ലെങ്കിൽ അഡ്വഞ്ചറോ അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് അയാൾ മോണിറ്ററി ബെനിഫിറ്റ് ആഗ്രഹിച്ച് ചെയ്യുന്ന എന്തൊരു കാര്യത്തിനെയും നമുക്ക് ബിസിനസ് എന്ന ടേമിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ആൻഡ് രണ്ടാമത്തെ പറയുന്നത് എനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ ഇൻ കണക്ഷൻ വിത്ത് ഓർ ഇൻസിഡൻ്റൽ ഓർ ആൻസിലറി ടു പോയിൻറ്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എ ആണ്, സബ് ക്ലോസ് എനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ സബ് ക്ലോസ് എയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ ബിസിനസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് മൂന്നാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ ഇൻ ദി നേച്ചർ ഓഫ് പോയിൻറ്റ് 1 അതായത് സബ് ക്ലോസ് എ പ്രകാരം വെദർ ഓർ നോട്ട് ദർ ഈസ് വോളിയം, ഫ്രീക്വൻസി, കണ്ടിന്യൂറ്റി ഓർ റെഗുലാരിറ്റി ഓഫ് സച്ച് ട്രാൻസാക്ഷൻ. അതായത് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സബ് ക്ലോസ് എയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കണ്ടിന്യൂറ്റി, നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുമ്പം അവിടെ എന്തുണ്ടാവണം, കണ്ടിന്യൂറ്റി ഉണ്ടാവണം എന്നുള്ള കാര്യം. പക്ഷേ GSTൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സബ് ക്ലോസ് എയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് എന്ന് പറയുന്ന ടേമിലാണ് GSTൻ്റെ പെർസ്പെക്റ്റീവിൽ അത് ഉൾക്കൊണ്ടിട്ടുള്ളത്. സോ ആ ഒരു പ്രകാരം അല്ലെങ്കിൽ GST പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ ബിസിനസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. കണ്ടിന്യൂറ്റി വേണമെന്നുള്ളത് യാതൊരുവിധ നിർബന്ധവുമില്ല. അതേപോലെ എത്ര വോളിയം അയാൾ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര വോളിയത്തിൻ്റെ സപ്ലൈ അവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇറ്റ്സ് ഡസൻറ്റ് മാറ്റർ. അതേപോലെ ഫ്രീക്വൻസി അല്ലെങ്കിൽ എത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ സപ്ലൈ നടക്കുന്നുണ്ട് എന്നുള്ളതൊന്നും അവിടെ ഒരു വിഷയമേ അല്ല. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് സപ്ലൈ ഓർ അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ കണക്ഷൻ വിത്ത് കമൻസ്മെൻറ്റ് ഓർ ക്ലോഷർ ഓഫ് ബിസിനസ്. അതായത് ബിസിനസ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമൻസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് അക്വയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ എന്തിലാണ് പെടുന്നത്, ബിസിനസ് എന്ന് പറയുന്ന ടേമിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആൻഡ് അടുത്തത് പ്രൊവിഷൻ ബൈ എ ക്ലബ്, association, society or any such body for a subscription or any other consideration of the facilities or benefits to its members. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ക്ലബ്ബോ അല്ലെങ്കിൽ അസോസിയേഷൻസോ സൊസൈറ്റീസോ, അതായത് അവർ കൺസിഡറേഷനായിട്ട് മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് സബ്സ്ക്രിപ്ഷൻ മേടിച്ചിട്ട് അവർ എന്തെങ്കിലും തരത്തിലുള്ള സർവീസസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ബിസിനസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അടുത്തത് അഡ്മിഷൻ ഫോർ എ കൺസിഡറേഷൻ ഓഫ് പേഴ്സൺസ് ടു എനി പ്രെമിസസ്. ഏതെങ്കിലും പ്രെമിസസിലേക്ക് നമ്മൾ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് അതിന് എൻട്രി ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രെമിസസിലേക്ക് അവിടെ ആ ഒരു പ്രെമിസസിലേക്ക് മറ്റാരെങ്കിലും നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എൻട്രി പാസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഫീസ് മേടിച്ചിട്ടാണ്, ഒരു ഫീസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രെമിസസിലേക്ക് ആൾക്കാരെ നമ്മൾ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതും ബിസിനസ്സിൻ്റെ കാറ്റഗറിയിലാണ് പെടുന്നത്. then അടുത്തത് സർവീസസ് സപ്ലൈഡ് ബൈ എ ബിസിനസ് ആസ് ദി ഹോൾഡർ ഓഫ് ആൻ ഓഫീസ് വിച്ച് ഹാസ് ബീൻ ആക്സെപ്റ്റഡ് ബൈ ഹിം ഇൻ ദി കോഴ്സ് ഓർ ഫെർദറൻസ് ഓഫ് ഹിസ് ട്രേഡ്, പ്രൊഫഷൻ ഓർ വൊക്കേഷൻ. ഇവിടെ പറയുന്നത് ഒരു ട്രേഡ് നടത്തുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വൊക്കേഷൻ ആയിട്ടുള്ള ഒരാൾ അയാളൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്തിട്ട് അതിൽ അയാൾ എന്തെങ്കിലും തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ബിസിനസ് എന്ന് പറയുന്ന ടേമിലാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആൻഡ് അടുത്തത് സർവീസസ് പ്രൊവൈഡ് ബൈ എ റേസ് ക്ലബ് by way of totalisator or a license to bookmaker in such club. അതായത് ഇവിടെ ടോട്ടലൈസേറ്റർ എന്നൊക്കെ പറയുന്ന സമയത്ത് ബെറ്റിംഗ് കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ബുക്ക് മേക്കർ എന്ന് പറഞ്ഞാൽ ബെറ്റ് നടത്തുന്ന പേഴ്സണെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ക്ലബ്ബ്, ഇപ്പോൾ റേസ് ക്ലബ്ബ് അല്ലെങ്കിൽ അത്തരത്തിൽ ബെറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന അത്തരത്തിലുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതും നമ്മൾ ബിസിനസ് എന്ന് പറയുന്ന ടേമിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആൻഡ് എനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എനി ലോക്കൽ അതോറിറ്റി ഇൻ വിച്ച് ദേ ആർ എൻഗേജ്ഡ് ആസ് പബ്ലിക് അതോറിറ്റീസ്. അതായത് ആസ് എ പബ്ലിക് അതോറിറ്റി എന്ന നിലയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ബിസിനസ് എന്ന് പറയുന്ന ടേമിലാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബിസിനസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു 9 പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 9 പോയിൻറ്റും അല്ലെങ്കിൽ ഈ 9 കാര്യങ്ങളും ബിസിനസ് എന്ന് പറയുന്ന ടേമിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അടുത്തതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് മീൻസ് ഗുഡ്സ്
the value of which is capitalized in the books of account of the person claiming the input tax credit and which are used or intended to be used in the course or furtherance of business. അതായത് ചുരുക്കി പറഞ്ഞാൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ, അതായത് ഏത് പേഴ്സണാണോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് നമ്മൾ GST പേ ചെയ്യുന്ന ആൾ, അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള ഗുഡ്സിനെയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് ചെയ്തിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സാണ്. പക്ഷേ അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഗുഡായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ടേമാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. Casual taxable person means a person who occasionally undertakes transactions involving supply of goods or services or both in the course or furtherance of business, whether as principal, agent or in any other capacity in a state or a union territory where he has no fixed place of business. A casual taxable person എന്ന് പറഞ്ഞാൽ he occasionally undertakes the transactions involving supply of goods and services or both. അതായത് അയാൾ ഒക്കേഷണലി ആണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ നടത്തുന്നത്. ഓക്കെ, അയാൾക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം എന്നില്ല, ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവണം എന്നില്ല, അയാൾ ഒക്കേഷണലി ആണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോമ്പോസിറ്റ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈ മീൻസ് എ സപ്ലൈ made by a taxable person to a recipient consisting of two or more taxable supplies of goods or services or both or any combination thereof, which are naturally bundled and supplied in conjunction with each other in the ordinary course of business, one of which is a principal supply. അതായത് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിലധികം ടാക്സബിൾ സപ്ലൈസിന് അല്ലെങ്കിൽ ഒന്നിലധികം സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആസ് എ ബണ്ടിൽ, ഒരു ചിലത് നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കും, അങ്ങനെയുള്ളത് നമ്മൾ അതിൽ ഒന്നെന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ആയിരിക്കും, ആൻഡ് മറ്റേതെന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്സിലറി സപ്ലൈയും ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചാർജറും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ മൊബൈൽ ഫോണാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, മൊബൈൽ ഫോണാണ്. ചാർജർ എന്ന് പറയുന്നത് അതിന് ആക്സിലറി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് എന്ത് തരാറുണ്ട്, നമുക്ക് നമ്മുടെ വീട്ടിൽ അത് എത്തിച്ചു തരാറുണ്ട്. അങ്ങനെ എത്തിച്ച് തരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് വഴിയിൽ ഓൺ ട്രാൻസിറ്റ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് ആ ഒരു പെർട്ടിക്കുലർ അപ്ലയൻസിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആണ്. അപ്പോൾ അവിടെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഇലക്ട്രോണിക് അപ്ലയൻസ് ആണ്. അത് കൂടാതെ നമുക്ക് കിട്ടുന്ന ഈ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് അവിടെ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു ആക്സിലറി ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. Continuous supply of goods means a supply of goods which is provided or agreed to be provided continuously or on recurrent basis under a contract, whether by means of a wire, cable, pipeline or other conduct, and for which the supplier invoices the recipient on a regular or periodic basis and includes supply of such goods as the government may, subject to such conditions as it may by notification specify. ഓക്കെ, അതായത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ഒരു റെക്കറൻറ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽ, ഇപ്പോൾ ഒരു മാസത്തിലൊന്ന് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 1 പ്രാവശ്യം, ഒരാഴ്ചയിൽ 2 തവണ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു റെക്കറൻറ്റ് ബേസിൽ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻറ്റ് ബേസിസിൽ ഒരു കോൺട്രാക്റ്റ് പ്രകാരം നമ്മൾ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് സപ്ലയറിന് എന്ത് കിട്ടുന്നുണ്ട്, ആ ഒരു
സപ്ലയർ അവിടെ റെസിപ്പിയൻറ്റിന് ഒരു റെഗുലർ ബേസിൽ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ബേസിൽ അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻവോയ്സസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏതെങ്കിലും കണ്ടീഷൻസൊക്കെ പ്രകാരം ഇപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് കൂടിയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൂടി നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ചുരുക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ റെക്കറൻറ്റ് ബേസിൽ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ നമ്മൾ ഏതെങ്കിലും ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാമെന്നോ പറയുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ്. നമ്മൾ ഗുഡ്സ് പറഞ്ഞ പോലെ തന്നെയാണ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ് മീൻസ് എ സപ്ലൈ ഓഫ് സർവീസസ് which is provided or agreed to be provided continuously or on recurrent basis under a contract for a period exceeding 3 months with a periodic payment obligations and includes supply of such services as the government may, subject to such conditions as it may by notification specify. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് പറഞ്ഞ പോലെ തന്നെയാണ്. ബൈ ഒരു കോൺട്രാക്റ്റ് പ്രകാരം നമ്മൾ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ റെക്കറൻറ്റ് ബേസിൽ ഏതെങ്കിലും ഒരു സർവീസ് സപ്ലൈ ചെയ്യാമെന്ന് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാമെന്നോ പറയുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോർ എ പീരിയഡ് എക്സീഡിങ് 3 months 3 മാസത്തിനേക്കാൾ കൂടുതലുള്ള ഒരു പീരിയഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുന്നതെങ്കിൽ അതേപോലെ തന്നെ അവിടെ പീരിയോഡിക്കലി ആണ് എന്ത് വരുന്നത്, പേയ്മെൻറ്റ് ഒബ്ലിഗേഷൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സർവീസസ് നമ്മൾ കണ്ടിന്യൂസ്ലി സപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസസ് സപ്ലൈ ഓഫ് സർവീസസ് which is provided or agreed to be provided continuously or on recurrent basis under a contract for a period exceeding 3 months with periodic payment obligations. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തതാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓർ ഇ കൊമേഴ്സ്. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മീൻസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഇൻക്ലൂഡിങ് ഡിജിറ്റൽ പ്രോഡക്ട്സ് ഓവർ ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്, അതായത് ഇലക്ട്രോണിക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്ട്സിൻ്റെയൊക്കെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്, അല്ലെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മീൻസ് എ പേഴ്സൺ who owns, operates or manages digital or electronic facility or platform for electronic commerce. അപ്പോൾ ഇലക്ട്രോണിക് കൊമേഴ്സിനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടേമാണ് എക്സെംപ്റ്റഡ് സപ്ലൈ. Exempted supply means supply of any goods or services or both which attracts nil rate of tax or which may be wholly exempt from tax under section 11 or under section 6 of the Integrated Goods and Service Tax Act and includes non-taxable supply. അപ്പോൾ എക്സെംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലത് പറഞ്ഞിട്ടുണ്ട്, ചില ഐറ്റംസിൻ്റെ മുകളിൽ 0 റേറ്റിലാണ് എന്ത് വരുന്നത്, GSTൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത്രയും ആ ഒരു ഗുഡ്സൊക്കെ എന്താണ്, ദേ ആർ എക്സെംപ്റ്റഡ് സപ്ലൈ. അതൊക്കെ എന്താണ്, എക്സെംപ്റ്റഡ് ആണ്. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, GST പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സെക്ഷൻ 11 പ്രകാരം എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണ്, ഗുഡ്സ് ഓർ സർവീസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സെംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഗുഡ്സ്. ഗുഡ്സ് റെഫേഴ്സ് ടു ഓൾ ടൈപ്സ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് ആക്ഷനബിൾ ക്ലെയിം, growing crops, grass and things attached to the land that are agreed to be served before supply or under contract of supply, excludes securities and money. ഗുഡ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ സെക്യൂരിറ്റീസ് ആൻഡ് മണി അതിൽ ഇൻക്ലൂഡഡ് അല്ലാതെ വരുന്ന മറ്റെല്ലാ മൂവബിൾ പ്രോപ്പർട്ടീസും അതേപോലെ ആക്ഷനബിൾ ക്ലെയിംസ് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡെപ്റ്റ്, ഒരു ഡെപ്റ്റ് പോലെയുള്ള സാധനമാണ്. അവിടെ ഗ്രോയിങ് ക്രോപ്സ്, അതേപോലെ ഗ്രാസ്, അതേപോലെ ഒരു ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ തിങ്സും അതൊക്കെ എന്തിൽ പെട്ടതാണ്, ഗുഡ്സ് എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇൻപുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് മീൻസ് ദ സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, integrated tax or union territory tax charged on any supply of goods or services or both
മെയ്ഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ആൻഡ് ഇൻക്ലൂഡ്സ്. അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സണാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉള്ളത്. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന എല്ലാ സ്റ്റേറ്റ് ടാക്സും സെൻട്രൽ ടാക്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ടാക്സിന് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ടാക്സിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് GST ചാർജ്ഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ ഇമ്പോർട്ട്സ് നടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് GST ആണ് കിട്ടുന്നത്. ആൻഡ് ടാക്സ് പേയബിൾ അണ്ടർ സെക്ഷൻ 3 and 4 ഓഫ് GST ആക്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ വരുന്നത് ടാക്സ് പേയബിൾ അണ്ടർ സെക്ഷൻസ് 3 and 4 ഓഫ് റെസ്പെക്റ്റീവ് GST Act and tax payable under subsections 3 and 4 of UT GST Act but not include the tax paid under the composition levy. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ ഒരു ഭാഗത്തുമ്പോൾ പഠിക്കാം. ദെൻ അടുത്തതെന്ന് പറയുന്നത് ജോബ് വർക്ക് ആണ്. ജോബ് വർക്ക് മീൻസ് എനി ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് അണ്ടർടേക്കൺ ബൈ എ പേഴ്സൺ on goods belonging to another registered person and the expression job worker shall be construed accordingly. ജോബ് വർക്ക് എന്ന് പറയുന്ന സമയത്ത് മറ്റൊരാളുടെ ഗുഡ്സിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പ്രോസസ്സുകളോ നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജോബ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വേറൊരാൾക്ക് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഗുഡ്സിൻ്റെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ നടത്തുന്നതിനെയാണ് ജോബ് വർക്ക് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോബ് വർക്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ ഓഫ് റെസിപ്പിയൻ്റ് ഓഫ് സർവീസ്. അതായത് സർവീസ് റെസിപ്പിയൻ്റെ ലൊക്കേഷൻ നമ്മൾ ഏതാണ് ലൊക്കേഷനായിട്ട് കാണിക്കാമെന്നുള്ളത്. ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് ഓഫ് സർവീസസ് മീൻസ് where a supply is received at a place of business for which the registration has been obtained, the location of such place of business. Then where a supply is received at a place other than the place of business for which registration has been obtained, the location of such fixed establishment. Then 3 എന്ന് പറയുന്നത് where a supply is received at more than one establishment, whether the place of business or fixed establishment, the location of the establishment most directly concerned with the recipient of the supply, and in absence of such places, the location of the usual place of residence of the recipient. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സർവീസ് റെസിപ്പിയൻ്റെ ലൊക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അവിടെ വെച്ചിട്ടാണ് സപ്ലൈ നടക്കുന്നതെങ്കിൽ ആ ഒരു പ്ലേസ് ഓഫ് ബിസിനസ്സാണ് നമ്മൾ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി അങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടല്ല സപ്ലൈ നടക്കുന്നതെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഇനിയിപ്പോൾ അങ്ങനെ മോർ ദാൻ വൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സപ്ലൈയുമായിട്ട് ഡയറക്റ്റ്ലി കൺസേൺ ചെയ്തിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് നമ്മൾ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഇത് മൂന്നുമല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പിയൻ്റെ യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻസ് ഏതാണോ അതാണ് നമ്മൾ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതേപോലെ തന്നെയാണ് അടുത്തത് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ് വരുന്നത്. അപ്പോൾ സപ്ലയർ ഓഫ് സർവീസിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക വേറെ സപ്ലൈ ഈസ് മെയ്ഡ് ഫ്രം എ പ്ലേസ് ഓഫ് ബിസിനസ് for which the registration has been obtained, the location of such place of business. അതായത് എവിടെ വെച്ചിട്ടാണോ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ് നമുക്ക് സപ്ലൈ നടന്നിട്ടുള്ളതെങ്കിൽ ആ പ്ലേസ് ഓഫ് ബിസിനസ്സിനെയാണ് നമ്മൾ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുക, ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ആൻഡ് രണ്ടാമത്തത് പറഞ്ഞിട്ടുള്ളത് വേറെ സപ്ലൈ ഈസ് മെയ്ഡ് ഫ്രം എ പ്ലേസ് അതർ ദാൻ ദി പ്ലേസ് ഓഫ് ബിസിനസ് ഫോർ വിച്ച് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്, ദ ലൊക്കേഷൻ ഓഫ് സച്ച് ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതായത് നമുക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടല്ല സപ്ലൈ നടത്തിയിട്ടുള്ളത്, മറ്റെവിടെയെങ്കിലും വെച്ചിട്ടാണ് സപ്ലൈ നടത്തിയിട്ടുള്ളതെങ്കിൽ ആ ഒരു ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എവിടെയാണോ അതാണ് നമ്മൾ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് മോർ ദാൻ വൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ നമുക്ക് ആ ഒരു സപ്ലൈൻ്റെ പ്രൊവിഷൻസായിട്ട് ഡയറക്റ്റ്ലി കൺസേൺ ചെയ്തിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് നമ്മൾ ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഇതൊന്നുമല്ലാന്നുണ്ടെങ്കിൽ സപ്ലയറിൻ്റെ യൂഷ്വൽ പ്ലേസ് ഓഫ് റെസിഡൻസ് ഏതാണോ അതിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ലൊക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഡെഫിനിഷൻസാണ് പഠിച്ചിട്ടുള്ളത്. ഏജൻറ്റ്, ആഗ്രിഗേറ്റ് ടേൺ ഓവർ, അഗ്രികൾച്ചറിസ്റ്റ്, ബിസിനസ്, ക്യാപിറ്റൽ ഗുഡ്സ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ,
composite supply, continuous supply of goods, continuous supply of services, electronic commerce or e-commerce, exempted supply, goods, input tax, job work, location of recipient of services, അതേപോലെ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ഓഫ് സർവീസ്. അപ്പോൾ ഇത് ആക്ട് അനുസരിച്ചിട്ടുള്ള ഡെഫിനിഷനാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ടിൽ എഴുതുന്ന സമയത്ത് ഇതുപോലെ തന്നെ എഴുതണം. ഇതിനി ഷോർട്ട് ആക്കരുത്. ഓക്കെ, കാരണം ഡെഫിനിഷനാണ്, ഡെഫിനിഷൻ അതുപോലെ തന്നെ എഴുതണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.